ഇന്ത്യയിലെ എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴിയുള്ള ശുദ്ധജലം എത്തിക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി. സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടുകൂടി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനു വേണ്ടി ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഈ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യമായ നീക്കിയിരിപ്പ് നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ജൽജീവൻ മിഷൻ പദ്ധതി വലിയ അഴിമതിക്കുള്ള അവസരമാക്കി സംസ്ഥാന ഗവൺമെന്റ് മാറ്റുകയാണ്. വിവിധ ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും പൈപ്പ് ലൈൻ വഴി വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനും ആവശ്യമായ കരാർ നൽകുന്നതിൽ വൻതോതിലുള്ള അഴിമതിയാണ് സംസ്ഥാന ഗവൺമെന്റും ജലവിഭവ വകുപ്പും നടത്തുന്നത്. ഈ അടുത്ത ദിവസം ഏറെ വിവാദമായ കോഴിക്കോട് ജില്ലയിലെ 2 ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ കരാർ സംബന്ധിച്ച് ഏതാണ്ട് 120 കോടി രൂപയുടെ അഴിമതിയാണ് സംസ്ഥാന മന്ത്രിമാരും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദ പരാമർശത്തിലടക്കം സുരേന്ദ്രന്റെ വിശദീകരണം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചുവരാൻ വളരെ പെട്ടെന്ന് അതിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.